അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. പിന്നെ ഇത് കുറെ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചീരത്തോരൻ, പിന്നെ ഇതാണ് എൻ്റെ പ്ലേറ്റ് കേട്ടോ. ഇത് മീൻകറി, എന്തോ വേറെ മീൻ ഐറ്റം, പിന്നെ അവിയൽ, പിന്നെ ചീരത്തോരൻ. ഇത് വന്നിട്ട് കഴിക്കാനാവതില്ലെങ്കിലും എനിക്ക് കഴിക്കാൻ തോന്നുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാൻ പറഞ്ഞത് തന്നെ. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. താങ്ക് യു. നിന്നെ കാണിക്കണോ? എന്നെ കാണിക്കട്ടെ. Day one, you have to keep everything. Wait, Takku. Now Rutu. Rutunde Christmas-ന്റെ കൊണ്ടതാണ്. Why are you doing it for me? നീ കുറേ നേരം അങ്ങോട്ടൊന്നും കാണിക്കണ്ടായിരുന്നില്ല. Mine's Santa. അതെ, നിന്റെ അടുക്കളയുടെ വൃത്തി കാണാനായി ഞാൻ പ്രത്യേകമായി ക്യാമറ എടുത്ത് ഇറങ്ങിയിരിക്കുമെന്ന്. ഇത് ഇവൾ മുന്നപ്പോഴും ഉണ്ടാക്കിയ ഒരു സാമ്പാറിന് പുനർജീവനം കൊടുത്തത്. ഞാൻ ഇടൂട്ടാ, ഇത് ഞാൻ ഇട്ടു. ഇത് നമ്മള് സാമ്പാർ അനുവിന്റെ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ നമ്മൾ ചൂടാക്കിയെടുത്തതാണ്. പിന്നെ ഇത് നമ്മളുടെ വീട്ടിലെ എന്താ പറയാ ഫ്യൂച്ചർ ജിമ്മനായിട്ടുള്ള ചന്ദ്രപ്പിക്ക് കഴിക്കാനുള്ള മുട്ടയാണ്. പിന്നെ ഇതെന്തിട്ടൂടി നമ്മുടെ ഇഡ്ഡലി അല്ലേ, ഇഡ്ഡലിയാണ്. വാ, ഇഡ്ഡലി പാത്രം ചന്ദ്രപ്പി കാലത്ത് എഴുന്നേറ്റ് ഇന്ത്യയിലെ ജിമ്മിലേക്ക് പോയി തകർത്ത് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ എന്നിട്ട് ഞാനുണ്ടല്ലോ, ഞാന് പ്രിയങ്ക എന്ന് പറഞ്ഞ നമ്മുടെ തമിഴ് ഫ്രണ്ടില്ലേ, അവളുണ്ടാക്കിയ അതേ ചട്നി വീട്ടിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ സവാളയൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഇനി ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒന്നാണ് ഇത്തിരി കാലത്ത് എഴുന്നേറ്റ് ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ നമ്മൾ പ്ലാൻ ഇട്ട്. എന്നിട്ട് എന്തുണ്ടായി, എന്നിട്ട് എണീറ്റ് വന്നപ്പോഴേക്കും 9 മണിയായി, കൊടുക്കത്തെ ക്ഷീണം. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ, അമ്മയുടെ എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചോണ്ട് ടോയ് എടുത്തിട്ട് കുട്ടൂസ് അതുമ്മ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ കുട്ടിച്ചു? അതുമ്മ പണിയെടുത്തു. നമ്മള് അവിടുന്ന് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ടോയ് ആട്ടോ. അതിന്റെ കവർ കാണിച്ചോട്ടെ കുട്ട, ആ കവർ കാണിച്ചോട്ടെ എനിക്ക്. എന്റെ കളിയാക്കലാണ് ഇവിടുത്തെ രണ്ടുപേരുടെ മെയിൻ പരിപാടികൾ. ഇതാ ഇതുപോലത്തെ ഒരു ടോയാണ്. ഞാൻ അങ്ങനെ പ്രൈവസി ബ്രീച്ചിന് കേസ് എടുക്കും. നമുക്ക് 2 വർഷം കേസ് നടത്തും. ഞാൻ ചങ്കുട്ടന്റെ മുഖത്ത് ഞാൻ ഇവിടെ സ്മൈലിട്ട് മറക്കുന്നതായിരിക്കും. ടുട്ടുന്റെ ഈ കലണ്ടറിൽ ഇത് അഡ്വന്റ് കലണ്ടർ 2 അപ്പൊ ഇങ്ങനെ ഓരോ കാണിച്ച്. അപ്പൊ ഓരോ ദിവസം ഡിസംബർ 1 തൊട്ട് 24 വരെ ഓരോ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ ഓരോ ദിവസവും ഉണ്ട്. ഇതിന്റെ എന്തുണ്ട്, ഇങ്ങനെ ഡിസംബർ 1 നമ്മളിപ്പോ ഓപ്പൺ ആക്കിയത്. അങ്ങനെ 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോ കലണ്ടറിൽ ഓരോന്നുണ്ട്. ഇത് വാങ്ങാൻ കിട്ടിയതല്ലേ, ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടതാ. അപ്പൊ അതില് ഇതിപ്പോ നമ്മൾ വാങ്ങിച്ചത് ലെഗോന്റെ. അപ്പൊ ലെഗോന്റെ
ഫസ്റ്റത്തെ ഗിഫ്റ്റാണ് ഇത്. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പെൻഗ്വിനാവും ഇത്. അപ്പം അതിലിട്ട് ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ട് വേഗം ഉണ്ടാക്കട്ടാ. പിന്നെ ഇതാണ് നമ്മുടെ നമ്മൾ വേറെ കുട്ടൂന് വേണ്ടിയിട്ട് ബോയ്സിൻ്റെ ടോയ്സിൻ്റെ ഇതിലുള്ളതാണ് ലെഗോൻ്റെ. ഇതൊരു ഫൈറ്റർ പ്ലെയിൻ പോലത്തെ സാധനമാണ്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ടാട്ടോ. കൊള്ളാം, അടിപൊളി. ആ നോക്കട്ടെ. ഇത് നമ്മൾ എമിറേറ്റ്സിൽ പോയപ്പോൾ അവരെടുത്ത് തന്ന ഫോട്ടോ കേട്ടോ. അത് ഫസ്റ്റ്. ടുട്ടു ഈ സൈഡിലിരിക്കുന്നതിനുണ്ടല്ലോ, ഒട്ടും ലൈറ്റ് ഉണ്ടായിരുന്നില്ല അവളുടെ ഭാഗത്തേക്ക്. നീ ഫോട്ടോ കണ്ടോ? അതൊക്കെ ഇരുന്ന് കണ്ടോണ്ടിരുന്നോ? അപ്പം ഞാൻ വേഗം പോയിട്ട് ചമ്മന്തി ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ചീത്ത പറയും. സോ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കാം. നമ്മൾ രണ്ടാളും കുക്ക് ചെയ്യാൻ പോവാണല്ലോ. മല്ലിയില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, വലിയ ഉള്ളി, പിന്നെ 2 തക്കാളി, പിന്നെ 2 പച്ചമുളക്, 2 ചുവന്ന മുളക്. ഇതൊക്കെ ഇട്ട് നമുക്ക് അങ്ങ് പരീക്ഷിച്ചു നോക്കാം. ഇത് ആക്ച്വലി ഗ്രൈൻഡ് ചെയ്യും നമ്മള് ചട്നി ആക്കണേക്കെ മുന്നേ. ഒരു 3 കഷ്ണാക്ക്, 3 അല്ല 4 കഷ്ണാക്ക്. ഞാൻ വലിയ കാര്യത്തില് എന്റെ ചട്നീനെ പറ്റി ഭയങ്കര തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എങ്ങനെയാ വരാന്ന് അറിഞ്ഞൂടാ. എല്ലാ വേണ്ട സാധനങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഡലി കഴിക്കാൻ ഉച്ചയാകുമ്പോഴേക്ക് ഇഡലി കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഞാൻ കടുകും പിന്നെ മറ്റേ പരിപ്പില്ലേ ആ പരിപ്പും പിന്നെ ആ ഉറുദാറും അതും കൂടി ഇതിലിട്ടിട്ടുണ്ടാവും. ഇത് എന്നിട്ട് പൊട്ടി വന്നതിന് ശേഷമാണ് ബാക്കി പച്ചമുളക് ഇടുക. പച്ചമുളക് മാത്രം, പിന്നെ സവോള, അത് വഴറ്റി കഴിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി. ഏറ്റവും ലാസ്റ്റാണ് ചുവന്ന പച്ചമുളകും പിന്നെ തക്കാളി ഇടുക. നമ്മൾ വഴറ്റി എടുക്കാം. അതിനുശേഷം നമ്മൾ തക്കാളിയും ഈ മല്ലിയിലയും പിന്നെ ഈ റെഡ് മുളകും ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് പൾസ് ചെയ്തെടുക്കണം. നൈസായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പാടില്ല ഈ സാധനം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പൊ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുകയാണ്. എന്റെ ചട്നി എങ്ങനെയുണ്ട്? എന്റെ ചട്നി എങ്ങനെയുണ്ടെന്ന് എന്റെ ചട്നി എങ്ങനെയുണ്ട്? എന്റെ സത്യം പറഞ്ഞ എന്നെ നശിപ്പിച്ച്. ശങ്കുട്ടനോട് അതാണ് ഞാൻ ചോദിക്കുന്നേ ഇല്ല. എന്റെ ചട്നി എങ്ങനെയുണ്ട്? സ്പൈസ് ഉണ്ടോ? ചട്നി ചെയ്യാത്ത സ്പൈസ്. ഇന്നലത്തെ മീൻകറി നന്നായി ചൂടാക്കിയത് 1 പ്ലേറ്റ്. ഇവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ചങ്ങ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ഇനി ചോറ്, ചീരത്തോരൻ. അതുകൊണ്ട് നമ്മൾ എന്നിട്ട് പുതിയതായിട്ട് ചെയ്യണം മീൻ വറുത്തല്ലേ. മീനൊക്കെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനെടുത്ത് വറക്കണം. ഇതെന്ത് മീനടി? നെയ്മീനാണിത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ എൻ്റെ അനിയത്തി പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ബ്രഷാണ് ഇത് ഹാവൽസ് ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പം ഞാനിത് ഇവളുടെ മുടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഇതിന് എന്താ പറയുക, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉപയോഗിക്കണമെന്നുള്ളൂ. ഓക്കെ, ഞാൻ ഒന്ന് ചെയ്യട്ടെ. എനിക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ ഇത് ചെയ്യാൻ ഒരുമിച്ച് പറ്റില്ല. അപ്പം ഞാൻ ഇത്രയും ചെയ്ത് വെച്ചു കണ്ടോ. ഇനി ഫുള്ളായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതേ ഞാൻ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുടി. ഇവളുടെ തലയിൽ ഉരുളുടെ എണ്ണയുണ്ട്. അപ്പൊ ഫുൾ, പക്ഷെ ബ്രഷ് നല്ല തന്നെയാണ്. അത്യാവശ്യത്തിന് വോളിയം എത്തിക്കാൻ പറ്റും. ഇതാ വീഡിയോ ഫ്രണ്ടൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒടുക്കത്തെ ഭംഗി നോക്കാം. ഒടുക്കത്തെ ഭംഗി. ഞാൻ എന്റെ മുടി ചെയ്തുട്ടാ. എന്റെ മുടിയിൽ എണ്ണയില്ല, അതാണ് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ട്.
വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എത്തി. നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പോൾ ആദ്യം വരുന്നത് ബാംഗ്ലൂർക്കാണ്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടല്ലോ ഇവിടെ ഫുള്ള് വെയിലൊന്നുമില്ല, മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുക. നമ്മൾ കഴിക്കുന്നു ഈ സമയത്ത് ആക്ച്വലി മഴ ഭയങ്കര എന്താ പറയുക, മഴ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. പക്ഷെ ഇപ്പം മഴയാണ്. സോ ഒരിച്ചിരി നിരാശയിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്നലെയാണ് നമ്മൾ എത്തിയത്. എന്നിട്ട് നമ്മൾ ഇന്ന് കാലത്ത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നപ്പോഴേക്കും ഒരു 11 മണിയായി. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി ആവാറായിട്ടുണ്ടാവും. ഞാൻ ഫുഡ് കഴിക്കാൻ പോകണമല്ലോ കേട്ടോ. ഇതുണ്ടോ ഫുള്ളിങ്ങനെ മഴ ഇങ്ങനെ തൂളി, വെയിലൊന്നുമില്ല ആടാ. ഞാനിപ്പോൾ എൻ്റെ അനീതിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാ റൈസിനൊപ്പം തിന്നണം പപ്പടം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 മണി 2:30 3 ആയിട്ടാണ്. ഇപ്പം നമ്മൾ 4:30 ആയി. എത്ര സമയം? അയ്യോ 4:45. നമ്മളിവിടെ അടുത്ത് തന്നെ ഫിനിക്സ് മാളുണ്ട്, VR മാളുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു മൂവി പ്ലാൻ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഒരു മൂവി കാണാൻ പോകുന്നുണ്ട്. പിന്നെ അവിടെ ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കുറച്ച് കാശ് ഡൊണേറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നാട്ടിൽ വന്നിട്ട് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടുമെന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. ചന്ദ്രപ്പിതി ഇവിടെ പുറത്ത് നമ്മുടെ കഷ്ടകാലം എന്ന് പറയാനായിട്ട് നമ്മളിവിടെ ലാൻഡ് ചെയ്ത അപ്പം തന്നെ ഒടുക്കത്തെ മഴ. ചന്ദ്രപ്പി കോട എടുത്തോ? നമ്മുടെ കുട്ടു കേട്ടാൻ ഇതിന്റെ മോനാണ്. ഇവന്റെ പേരാണ് ആദവ്. പക്ഷെ നമ്മളിവനെ വിളിക്കും പറ നീച്ചിരിക്കാണ്ട് കുട്ടു. അയ്യോ ഭയങ്കര മഴ. എന്താണ് ഇത്ര മഴ ഇന്ന്? നമ്മളെങ്ങോട്ടാ പോണെന്ന് പറഞ്ഞേ? ഫിനിക്സ് മോളിലേക്ക് പോയിട്ട് വരാം. എന്നിട്ടും എത്രയാ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റില്ല ഗൈസ്. ഇവിടെ നോക്കി ചിരിക്കടി ധൈര്യം ഉണ്ടെങ്കിൽ. നമ്മൾ VR മാൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ മൊത്തം ബ്ലോക്ക്. നമ്മളങ്ങനെ ഇവിടെ എത്തി. ആക്ച്വലി സ്പീക്കിംഗ് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇവിടേക്ക് എത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ അവർ വാലറ്റ് പാർക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് കൊടുത്തുട്ടാ. അപ്പോൾ നമ്മൾ VR മോളിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടു എല്ലാം ഇവിടെ ഫീനിക്സ് മോളിൽ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിറച്ച് നല്ല ഡെക്കറേഷൻ ഉണ്ട്. ഇവിടുത്തെ സ്ക്രീനിൻ്റെ ഡെക്കറേഷൻ ഓണാക്കിയിട്ടില്ല. ഒടുക്കത്തെ തിരക്കാട്ടോ എൻ്റെ അമ്മ. ഇതൊരു സൺഡേ ആണ്, ഭയങ്കര തിരക്ക്.
ആൾക്കാരല്ലേ ഓൾ ഫുള്ള് മാള് ഫുള്ളാണ് പാർക്കിംഗ് ഫുള്ള് എല്ലാടിയും ഫുള്ള് നമ്മളൊരു 1.5 മണിക്കൂർ കാറിലിരുന്നിട്ടാണ് ഗൈസ് ഇവിടെ എത്തിപ്പെട്ടത് തന്നെ എന്താ നോക്കണേ എന്തൊരു ക്യൂട്ടല്ലേ ഞാനിപ്പോൾ 4:21 പോയിട്ട് കുറച്ച് സാധനങ്ങൾ 2 ടോപ്പ് മേടിച്ചു എന്നിട്ട് പിന്നെ പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. നമ്മളുടെ ടുട്ടും ചന്ദ്ര എല്ലാവരും ഫുഡ് കോർട്ടിൽ പോയിരിക്കുക. അപ്പം ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളപ്പോൾ ചായ പോയിന്റിൽ നിന്ന് നമ്മളൊരു ചായയും സാൻഡ്വിച്ചും കഴിച്ചു. പക്ഷെ ഭയങ്കര തിരക്കായ കാരണം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ സിനിമ കാണാൻ പോവാം. സിനിമ കാണാൻ വന്നിരിക്കാട്ടോ. ഇപ്രാവശ്യം നമ്മളെ IMAX-ല് കുട്ടികളുടെ ഒരു മൂവി ഉണ്ടല്ലോ മോവാന എന്ന് പറഞ്ഞിട്ട് അതിന്റെ പാർട്ട് 2 വന്നിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ പോവാ. അപ്പം നമ്മൾ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ക്രേസി, അല്ല സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ